മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി തിരുവിതാംകൂറിനെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റിയതോടെ തിരുവിതാംകൂറിലെ ശൂദ്രന്മാരുടെയും അവർണരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമായി തീർന്നു, വളരെ ശോചനീയമായി. ഡോക്ടർ RN യേശുദാസ് എഴുതി 1975 കേരള ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി പുറത്തിറക്കിയ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. എ പീപ്പിൾസ് റിവോൾട്ട് ഇൻ ട്രാവൻകൂർ, എ ബാക്ക്വാർഡ് ക്ലാസ് മൂവ്മെൻറ്റ് ഫോർ സോഷ്യൽ ഫ്രീഡം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ മലയാള പരിഭാഷയുമുണ്ട്. ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം തിരുവിതാംകൂറിൽ എന്ന പേരിൽ മലയാള പരിഭാഷയുണ്ട്. ഇത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കാൻ ക്രിസ്ത്യാനികൾ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടാണ്, ഞാൻ എടുത്തു പറയട്ടെ, ക്രിസ്ത്യാനികൾ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട TG മോഹൻദാസ് സാറിനെ പോലെയും ബഹുമാനപ്പെട്ട ശശികല ടീച്ചറിനെയും പോലെയുള്ള സനാതനവാദികൾക്ക് ഹിന്ദുമതം വലിയ സംഭവമാണെന്നും ഹിന്ദു രാജാക്കന്മാർ കാരുണ്യത്തിൻ്റെ നിറകുടമായിരുന്നെന്നും മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു എന്നുമൊക്കെ യാതൊരു ലജ്ജയോ പിടിക്കപ്പെടുമെന്നോ ഭീതിയോ ഇല്ലാതെ തട്ടിവിടാൻ കഴിയുന്നത്. അവരിങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതാ, ക്രിസ്ത്യാനികൾക്ക് ഇത്തരം പുസ്തകങ്ങൾ ക്രിസ്ത്യാനികൾ വായിക്കുന്നില്ല, അതാണ് കാരണം. ഈ ആർഷ സംസ്കാര സനാതനികൾ ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, അവരതിനെ വളച്ചൊടിക്കുകയാണ്, ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ്. അല്പം കൂടെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞാൽ അവർ ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ്. ചോദ്യം ചെയ്യാൻ ആൾക്കാരില്ലാത്തിടത്തോളം കാലം ഈ ചരിത്ര വ്യഭിചാരം അവർ തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകളോ വീഡിയോ ക്ലിപ്പുകളോ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് താഴെ കമൻറ്റിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും വേണം. വസ്തുതകൾ പറഞ്ഞ് ഇതാണ് ചരിത്ര വസ്തുത, നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞ് അവിടെ പ്രതികരിക്കണം. അങ്ങനെ കുറേ പ്രതികരണങ്ങൾ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ, നാണക്കേടെന്ന് പറയുന്ന സാധനം, നാണോ മാനോ ഒക്കെ ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത്തരം കള്ളം പറയാൻ അവർ 2 വട്ടം ആലോചിക്കും. കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായി തീരുകയാണല്ലോ. അതുകൊണ്ട് ഈ ശശികല ടീച്ചറൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്ന ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്നറിയാൻ ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം തിരുവിതാംകൂറിൽ എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം ഞാൻ വായിക്കുകയാണ്. 1746 മാർത്താണ്ഡവർമ്മ രാജാവ് രാജ്യവിസ്തൃതിക്കായി പടവെട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ചില പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തെ ബാധിക്കുകയും അതിന് പരിഹാരമായി നാടാർ, മുക്കുവർ, ക്രിസ്ത്യാനികൾ, ഈഴവർ എന്നിവരിൽപ്പെട്ട 15 ശിശുക്കളെ ബലി കഴിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഉപദേശകരായ പരിശുദ്ധ ബ്രാഹ്മണർ അനുശാസിക്കുകയും മാർത്താണ്ഡവർമ്മ യാതൊരു മടിയും കൂടാതെ അത് അനുസരിക്കുകയും ചെയ്തു. അനേകം മതകർമ്മങ്ങൾക്കും വൈദിക അനുഷ്ഠാനങ്ങൾക്ക് ശേഷം രാജകീയ നഗരത്തിൻ്റെ 4 മൂലകളിലുമായി ഇതിനായി പിടിച്ചെടുക്കപ്പെട്ട 15 ശിശുക്കളെയും ജീവനോടെ കുഴിച്ചിടുകയാണുണ്ടായത്. RN യേശുദാസ്, ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം തിരുവിതാംകൂറിൽ, പേജ് 11. ഹിന്ദുരാഷ്ട്രത്തിനകത്തെ ഹിന്ദു രാജാക്കന്മാരുടെ ദയാവായ്പും കാരുണ്യവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഇക്കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. വേറെ ചില പുസ്തകങ്ങളിലും ഞാൻ ഈ ചരിത്രം വായിച്ചിട്ടുണ്ട്. അതിൽ ചില എഴുത്തുകാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭാചരിത്രം, തിരുവിതാംകൂറിലെ സഭാചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളിൽ, അങ്ങനെയുള്ള എഴുത്തുകാർ ഈ സംഭവത്തെ വിവരിക്കുമ്പോൾ അതിനെ താരതമ്യപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഹെരോദാവ് 2 വയസ്സിലും അതിലും താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്ന ആ ക്രൂരകൃത്യത്തിനോട് തുല്യമായിട്ടല്ല, ആ ക്രൂരകൃത്യം നടന്ന സമയത്ത് അവിടെ എന്തുണ്ടായോ അതുപോലെ തന്നെയാണ് ഇവിടെ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണ പുരോഹിതന്മാർ മാർത്താണ്ഡവർമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരിഹാരക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ നാടാർ, മുക്കുവർ, ഈഴവർ, ക്രൈസ്തവർ, ഇങ്ങനെയുള്ള ഈ ക്രിസ്ത്യാനികൾ, ഇങ്ങനെയുള്ള ഈ വിഭാഗങ്ങളിൽപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ശിശുക്കളെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മാതാപിതാക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഓടിയത്, ആ ശിശുക്കളെ, അവരുടെ ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയായിരുന്നു. അന്ന് ഹെരോദാവിൻ്റെ ഉത്തരവ് വന്നപ്പോൾ അവിടെയുള്ള 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും അത് തന്നെയാണ് ചെയ്തത്. അതേ കാര്യം തന്നെ ഇവരും ചെയ്തു. കരച്ചിലും നിലവിളിയും. ഹിന്ദു രാജാക്കന്മാരുടെ ദയാവായ്പാണ്, കാരുണ്യമാണ് ഈ കാണുന്നതൊക്കെ. നിങ്ങളൊന്ന് ആലോചിക്കണം, സവർണരുടെ ശിശുക്കളെ ബലി കൊടുക്കാൻ ബ്രാഹ്മണർ മാർത്താണ്ഡവർമ്മയോട് പറഞ്ഞില്ല. പറഞ്ഞത് നാടാർ, മുക്കുവർ, ഈഴവർ, ക്രിസ്ത്യാനികൾ, ഈ 4 വിഭാഗക്കാരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ശിശുക്കളെ,
ആ ശിശുക്കളെ ബലി കൊടുക്കാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഗതി. ഹിന്ദുരാഷ്ട്രത്തിനകത്ത് വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരുടെയും ക്രിസ്ത്യാനികളുടെയും ശിശുക്കളുടെ ജീവന് എന്തെങ്കിലും വിലയുള്ളതായി ബ്രാഹ്മണരോ രാജാവോ കണ്ടിരുന്നില്ല. അതാണ് വസ്തുത. ബ്രാഹ്മണർക്ക് വേണ്ടി ക്ഷത്രിയരോ അല്ലാത്തവരോ ആയ ആളുകൾ ഭരണം നടത്തുമ്പോൾ ഇതാണ് സംഭവിക്കുക. ഹിന്ദുരാഷ്ട്രത്തിനകത്ത് ഭരണം നടത്തുന്നത് ബ്രാഹ്മണരല്ല, ക്ഷത്രിയരാണ്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ക്ഷത്രിയരൊന്നുമില്ല, ശൂദ്രരാണ്. ഇവരൊക്കെ നായന്മാരാണ്, ശൂദ്രരാണ്. അപ്പോൾ ശൂദ്രന്മാരെ പിടിച്ച് പിന്നെ ക്ഷത്രിയരാക്കി മാറ്റുകയാണ്. തിരുവിതാംകൂറിലൊക്കെ ഹിരണ്യകർമ്മമൊക്കെ ചെയ്തുകൊണ്ട് അവരെ ക്ഷത്രിയരാക്കി മാറ്റുന്നു. എന്നിട്ടാണ് ഭരണത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് ശൂദ്രന്മാരോ ക്ഷത്രിയരോ ആരോ ആകട്ടെ ഭരണം നടത്തുന്ന ഹിന്ദുരാഷ്ട്രത്തിനകത്തെ ജനങ്ങളുടെ സ്ഥിതിയാണിത്. ഈ വൃത്തികെട്ട, നൃശംസത നിറഞ്ഞ, ജുഗുപ്സാവഹവും അറപ്പുളവാക്കുന്നതുമായ നശിച്ച സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ശശികല ടീച്ചറും മോഹൻദാസ് സാറുമൊക്കെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കുതിര കയറാൻ വരുന്നത്. അവരുടെ വിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നതും ചരിത്രത്തിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ക്രൈസ്തവർക്കെതിരെ വരുന്നതുമൊക്കെ. കാരണം ഇവർക്ക് പേടിയാണ്, ക്രിസ്ത്യാനികളെ പേടിയാണ്. കാരണം നിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ല് എന്ത് ചെയ്തോ അതൊന്നും കുഴപ്പമില്ല, അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ അവർ ആയുധം കൊണ്ട് തിരിച്ചടിക്കുകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അവർ ആയുധം കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. പക്ഷെ അവർ വേറെ രീതിയിൽ മറുപടി തരും. ചരിത്ര വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് ആശയപരമായിട്ട് അവർ മറുപടി തരും. അതിൻ്റെ മുമ്പിൽ ഇവരുടെ കള്ളങ്ങൾ പൊളിഞ്ഞു വീഴും. അതവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കെതിരെ പിന്നെയും ഇവർ കള്ളങ്ങൾ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ പോർച്ചുഗീസുകാരുടെ സംരക്ഷണയിലുള്ള കത്തോലിക്കരെ ആദ്യകാലത്ത് തിരുവിതാംകൂറിലെ ബ്രാഹ്മണർ അധികമൊന്നും ഉപദ്രവിച്ചിരുന്നില്ല, പോർച്ചുഗീസുകാരുടെ സംരക്ഷണയിലുള്ള കത്തോലിക്കരെ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, പോർച്ചുഗീസുകാർ തിരിച്ചടിക്കുമെന്നുള്ളത് കൊണ്ടായിരുന്നു. ഇവിടെ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നില്ല, ആര്യാവർത്തം ആകട്ടെ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി ദ്രാവിഡദേശം ആകട്ടെ, ഏതാണ്ട് ഒരു 1000 വർഷത്തിലധികം ബ്രാഹ്മണൻ്റെ ശരീരം വേദനിച്ചിട്ടില്ല. അവൻ നടന്നു പോകുമ്പോൾ വീണിട്ടോ മറ്റുമൊക്കെ വീഴിച്ച്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ശിക്ഷാവിധിയുടെ ഭാഗമായിട്ട്, അവൻ ചെയ്ത തെറ്റിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ശരീരത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു ശിക്ഷയും ഇവിടെ രാജാക്കന്മാർ കൊടുത്തിട്ടില്ല. കാരണം മനുസ്മൃതിയിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഈ ബ്രാഹ്മണനെ എങ്ങാനും കൊല്ലുകയാണെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ കൊന്ന ബ്രഹ്മഹത്യാപാപം വധശിക്ഷയ്ക്ക് വിധിക്കുകയല്ല, അല്ലാണ്ട് കൊല്ലുകയാണ്. എങ്ങനെ കൊന്നാലും ശരി, കൊള്ളയടിക്കാനൊക്കെ പോയിട്ടൊരു ബ്രാഹ്മണനെ കൊല്ലും, എന്തും ആകട്ടെ, അത് ബ്രഹ്മഹത്യാപാപമാണ്. ഈ ബ്രഹ്മഹത്യാപാപം എന്ന് പറയുന്നത് ഇഹത്തിലും പരത്തിലും പൊറുക്കപ്പെടാത്ത പാപമായിട്ടാണ്, ഒരു വിധത്തിലും മോചനം കിട്ടാത്ത പാപമായിട്ടാണ് ആർഷ സംസ്കാരം മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മഹത്യാപാപം. എന്നിട്ട് അതിനകത്ത് വേറൊരു രസം കൂടിയുണ്ട്. ബ്രാഹ്മണൻ്റെ തല മുണ്ടനം ചെയ്യുന്നത് ബ്രാഹ്മണനെ കൊല്ലുന്നതിന് സമമാണത്രേ. ബ്രാഹ്മണൻ്റെ തല മുണ്ടനം ചെയ്താൽ, തല മൊട്ടടിച്ചാൽ അവനെ കൊന്നതിന് തുല്യമാണെന്ന്. അതുകൊണ്ട് ഈ വധശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണനും ചെയ്തു, ചിലപ്പോൾ ബ്രാഹ്മണനും എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്താലും അല്ല ഒറ്റയ്ക്കായാലും, ബ്രാഹ്മണൻ ഒരു തെറ്റ് ചെയ്തു, അതേ തെറ്റ് ഒരു വൈശ്യൻ ചെയ്തു, അതേ തെറ്റ് ഒരു ക്ഷത്രിയൻ ചെയ്തു, അതേ തെറ്റ് ഒരു ശൂദ്രനും ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് രാജാവിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ശൂദ്രൻ്റെ കേസ് എടുക്കുന്നു. ഇവൻ ചെയ്തത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റം, വധശിക്ഷ, അവനെ കൊല്ലുക, കഴുത്ത് വെട്ടി കൊന്നുകളാം. ഓക്കെ, അടുത്തത് വൈശ്യം വരുന്നു, വൈശ്യനും അത് തന്നെ ശിക്ഷ. ക്ഷത്രിയൻ വരുന്നു, ക്ഷത്രിയനും അത് തന്നെ ശിക്ഷ. അടുത്തത് ബ്രാഹ്മണൻ വരുന്നു, ബ്രാഹ്മണനും ഇതേ പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. പക്ഷേ രാജാവ് പറയുന്ന ശിക്ഷ എന്താണെന്നറിയോ? ബ്രാഹ്മണൻ്റെ തല മുണ്ടനം ചെയ്യണം, അവൻ്റെ തല മൊട്ടടിക്കേ. കാരണം എന്താ? സ്മൃതി പറയുന്നത് അങ്ങനെയാണ്, മനുസ്മൃതി പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ബ്രാഹ്മണൻ്റെ തല മുണ്ടനം ചെയ്യുന്നത് വധശിക്ഷയ്ക്ക് തുല്യമാണ്. അപ്പം ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന ശിക്ഷ. ബ്രാഹ്മണൻ എന്ത് തെറ്റ് ചെയ്താലും പരമാവധി അവൻ്റെ തല മൊട്ടയടിക്കുമെന്നല്ലാതെ അവൻ്റെ ദേഹത്ത് തൊടാൻ ഒറ്റ ഒരുത്തനും ഇവിടെ ധൈര്യമുണ്ടായിരുന്നില്ല, ഒരു രാജാവിനും. അങ്ങനെയൊക്കെയാണ് ഈ അന്ധവിശ്വാസം മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇവരെയൊക്കെ പഠിപ്പിച്ചു വച്ചിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോർച്ചുഗീസുകാർ വരുന്നത്. പോർച്ചുഗീസുകാർക്ക് എന്ത് ബ്രാഹ്മണൻ, അവർക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ അവർ കൊല്ലും. അപ്പം ചില അനുഭവങ്ങളിലൂടെ ബ്രാഹ്മണർക്കത് മനസ്സിലായി. ഈ മണ്ടന്മാരായ ഇന്ത്യൻ രാജാക്കന്മാരെ പറ്റിക്കുന്നത് പോലെ ഇവരെ പറ്റിക്കാൻ പറ്റുകയില്ല, ബ്രാഹ്മണന് തടി കേടാകും. അതവർക്ക് മനസ്സിലായി.
അപ്പോൾ അത് പിടികിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ ഈ പോർച്ചുഗീസുകാരുടെ മതത്തിൽ വിശ്വസിക്കുന്നവർക്കെതിരെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോയില്ല. എങ്കിലും ചില സമയത്തൊക്കെ അവർ പ്രശ്നങ്ങൾ ഇളക്കി വിട്ടിട്ടുണ്ട്, ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് അവിടെയുള്ള കത്തോലിക്കർക്കെതിരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില്ലെന്നല്ല, അപൂർവമായിട്ട് ചില സമയത്തൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് അറിയുമ്പോൾ അപ്പം തന്നെ പോർച്ചുഗീസുകാർ അതിന് തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലവട്ടമായി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഞാൻ ഒരു തെളിവ് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. മാതാവടിയാർ എഴുതി 1930 പ്രസിദ്ധീകരിച്ച ദേവസഹായം പിള്ള ചരിത്രം എന്ന പുസ്തകത്തിൽ ഈ കാര്യം, അതിൻ്റെ ആമുഖത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇന്നൊരു ഭാഗം വായിക്കാം. 1544 അവസാനത്തിൽ ദക്ഷിണ തിരുവിതാംകൂറിൽ ക്രിസ്തുമതം പൂർവാധികം ശക്തിയോടുകൂടി വർദ്ധിച്ചു വരികയായിരുന്നു. ഇത് ഹിന്ദു മതസ്ഥർക്ക് കണക്കില്ലാത്ത വിരോധത്തിനും അസൂയയ്ക്കും കാരണമായി. യാതൊരു കാരണവും കൂടാതെ ജനങ്ങൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു തുടങ്ങി. ഈ വിവരം പോർച്ചുഗീസുകാർ അറിഞ്ഞു. അവരും സൗകര്യം കിട്ടുമ്പോഴെല്ലാം ബ്രാഹ്മണരെ ഉപദ്രവിക്കാനും ഒരുമ്പെട്ടു. 1545 ഡിസൗസ എന്ന പോർച്ചുഗീസുകാരൻ്റെ നേതൃത്വത്തിൽ തേവലക്കര ക്ഷേത്രം കൊള്ള ചെയ്യുന്നതിന് പുറപ്പെട്ടു. വരുന്ന വഴിക്ക് ബ്രാഹ്മണർ തടഞ്ഞു നിർത്തി 12,000 പവൻ തരാം, ക്ഷേത്രത്തെ അശുദ്ധമാക്കരുതെന്ന് അപേക്ഷിച്ചിട്ടും കേൾക്കാതെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് അസംഖ്യ സ്വർണ്ണപാത്രങ്ങളും സ്വർണ്ണക്കട്ടകളും വിലപിടിച്ച രത്നാഭരണങ്ങളും കൈവശപ്പെടുത്തി വീപ്പകളിൽ നിറച്ചുകൊണ്ടു പോവുകയും വഴിയിൽ കണ്ടവരും തടുത്തു നിന്നവരുമായ ബ്രാഹ്മണരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. നാട്ടുകാർ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതിന് പോർട്ടുഗീസുകാരും ഇപ്രകാരം പകരം വീട്ടി സമാധാനപ്പെട്ടു. മാതാവടിയാർ ദേവസഹായം പിള്ള ചരിത്രം ആമുഖോപന്യാസം. അപ്പോൾ ഈ വിവരണം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മതം മാറി കത്തോലിക്കരായവരുടെ ആൾക്കാരെ ഈ ഹിന്ദുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതിനേക്കാൾ ബ്രാഹ്മണരെ കൊള്ളയടിക്കാനുള്ള ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പോർച്ചുഗീസുകാരെന്നുള്ളതാണ്. കാരണം അവരെ രക്ഷിക്കാനാണെങ്കിൽ അവിടെ കടപ്പുറത്തേക്ക് പോകുമായിരുന്നു. ഇവർ കടപ്പുറത്തേക്കല്ല പോയത്, കടപ്പുറത്തുള്ള കത്തോലിക്കർക്ക് വേണ്ടിയിട്ടുമല്ല പോയത്, ഇവർ വേറെ സ്ഥലത്താണ് പോയത്. അവിടെ ചെന്നിട്ട് ക്ഷേത്രം കൊള്ളയടിക്കുകയാണ് ചെയ്തത്. ക്ഷേത്രം കൊള്ളയടിച്ചു, മുന്നേ വന്ന് ബ്രാഹ്മണരെയൊക്കെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ ബ്രാഹ്മണർക്ക് മനസ്സിലായി, കടൽക്കരയിലുള്ള കത്തോലിക്കരെ തങ്ങൾ ഉപദ്രവിച്ചാൽ തിരിച്ചടി കിട്ടുന്നത് അവിടെയല്ല, വേറെ സ്ഥലത്തായിരിക്കും, കിട്ടാതിരിക്കില്ല. അതവർക്ക് മനസ്സിലായി. അപ്പോൾ ആ തിരിച്ചറിവ് വന്നതോടെ ബ്രാഹ്മണരിൽ നിന്ന് കത്തോലിക്കർക്കെതിരെയുള്ള ഉപദ്രവം വളരെ കുറഞ്ഞു. എന്നാൽ പിന്നീട് പോർട്ടുഗീസുകാരുടെ ശക്തി ക്ഷയിച്ചു. ഡച്ചുകാർ വന്ന് പോർട്ടുഗീസുകാരെ ഓടിപ്പിച്ചു വിട്ടു. അതിൻ്റെ പുറകെ ബ്രിട്ടീഷുകാർ വന്ന് ഡച്ചുകാരെയും ഓടിപ്പിച്ചു വിട്ടു. ഈ പോർട്ടുഗീസുകാരുടെ ശക്തി ക്ഷയിച്ചതോടെ ഹിന്ദുക്കൾ വീണ്ടും കത്തോലിക്കരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് അങ്ങനെയുള്ളത് നമ്മൾ കാണുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ താമസിച്ചിരുന്ന കർമ്മലീത്ത മിഷണറി ആയിരുന്ന പൗളിനോ ഡ സാൻ ബാർത്തലോമിയ, പൗളിനോസ് പാതിരി എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപാര പണ്ഡിതനായിരുന്നു. മലയാളം നന്നായിട്ട് അറിയാമായിരുന്നു, സംസ്കൃതം അറിയാമായിരുന്നു, തമിഴ് അറിയാമായിരുന്നു. അദ്ദേഹമാണ് യൂറോപ്പിൽ അച്ചടിച്ച ആദ്യത്തെ സംസ്കൃതം ലാറ്റിൻ വ്യാകരണ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒന്നല്ല കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണം വോയേജ് ടു ദ ഈസ്റ്റ് ഇൻഡീസ് 1774 ആൻഡ് 1781 എന്ന കൃതിയിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാരുടെ അന്യമത ആദരവ് എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവർ ഈ പറയുന്ന കള്ളത്തരത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന്. ഇവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്തിരുന്നു, ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തു, അവർക്ക് ആരാധനാലയങ്ങൾ പണിയാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു എന്ന് ശശികല ടീച്ചറെ പോലെയുള്ളവരൊക്കെ പറയുന്നതിൻ്റെ ആ കള്ളത്തരത്തിൻ്റെയൊക്കെ ആഴം നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം ചരിത്രകൃതികൾ വായിക്കുമ്പോഴാണ്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ട്, കാരണം സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്കറിയാം. കാരണം എന്നോടൊക്കെ പല ക്രിസ്ത്യാനികളും ചോദിച്ചിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ സംഘികളും നമ്മളെ ചൊറിയും, നമ്മൾ തിരിച്ച് മാന്തും. അപ്പോൾ അതങ്ങനെ തുടക്കതയായി കഴിഞ്ഞപ്പോൾ പല ക്രിസ്ത്യാനികളായിരിക്കുന്നവരൊന്ന് ചോദിച്ചിട്ടുണ്ട്, വെറുതെ ഹിന്ദുക്കളുമായിട്ട് എന്തിനാ പ്രശ്നം? ഹിന്ദുക്കൾ വളരെ നല്ലവരല്ലേ, നമ്മളിവിടെയൊക്കെ വന്നപ്പോൾ ആളുകൾ ഇവിടെ സുവിശേഷവുമായിട്ട് വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ആൾക്കാരല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ നമ്മൾ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? ഇവിടെ കുറച്ച് സംഘികൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ തിരിച്ച് അവരുടെ മതഗ്രന്ഥമൊക്കെ വെച്ച് ആക്രമിക്കണോ, ചരിത്രമൊക്കെ പറഞ്ഞ് ആക്രമിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇത് നമ്മുടെ ആളുകൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ, എനിക്കറിയാതെ. പക്ഷേ കുഴപ്പമില്ല, കാലം കുറേ കഴിയുമ്പോൾ മാറിക്കോളും. കാരണം ഇങ്ങനെയാണ് MM അക്ബറും ടീമും ഒക്കെ വന്ന സമയത്ത് ഞങ്ങൾ അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇതേ ചോദ്യം പല ക്രിസ്ത്യാനികളും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സംഘപരിവാറല്ലേ നമുക്ക് പ്രശ്നം,
സംഘപരിവാറല്ലേ നമ്മളെ ആക്രമിക്കുന്നത്? കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിങ്ങൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് എന്തിനാണ് വെറുതെ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് നമ്മൾ അവരൊക്കെ ഒരേ ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? നമ്മുടെ യേശു അല്ലേ അവരുടെ ഈസ? എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നതെന്ന് അന്ന് ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങൾ ഈ പറയുന്നത് ഉൾക്കൊള്ളാൻ താമസം പിടിക്കും, ഇത് മനസ്സിലായി വരാൻ താമസം പിടിക്കും. പക്ഷെ മനസ്സിലാകും, അത് ഞങ്ങൾക്കറിയാം, മനസ്സിലാകും. അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ കാലം കുറേ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വിഷയവും. ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും മനസ്സിലെത്തിരി. കാരണം ഇതുവരെ കേട്ട് മനസ്സിലാക്കി വെച്ചതെന്ന് വ്യത്യസ്തമായൊരു കാര്യം, തികച്ചും വിരുദ്ധമായ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. പക്ഷേ കാലം കുറേ കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും പുസ്തകങ്ങളൊക്കെ, എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ സംക്ഷിപ്ത രൂപം പറഞ്ഞ് പോയാൽ മതി, പക്ഷെ അങ്ങനെ പറയാതെ ഇത്രയും നേരം ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ചതിൻ്റെ കാരണം അതാണ്. പുസ്തകത്തിനകത്ത് ഇങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിനകത്ത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം. ഇനി വായിച്ചു നോക്കിയില്ലെങ്കിൽ പോലും ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം, നിങ്ങളത് കേൾക്കാനെങ്കിലും തയ്യാറാകണം. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആ പുസ്തകം വോയേജ് ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 207 മുതൽ 209 വരെയുള്ള പേജുകളിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. കൊച്ചി രാജാവ് ഓരോ വർഷവും വരാപ്പുഴയിലെ ബിഷപ്പിന് ഒരു കത്ത് അയക്കാറുണ്ട്. അതിൽ തൻ്റെ പ്രജകളിൽ ആരെയും അവിടെയുള്ള ക്രൈസ്തവ പഠിതാക്കളുടെ ഭവനത്തിൽ സ്വീകരിക്കുകയോ സ്നാനപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം വ്യക്തമായി വിലക്കുന്നു. കൊച്ചി രാജാവേ വിലക്കിയ കാര്യമാണ്. തൻ്റെ പ്രജകളിൽപ്പെട്ട ആരെയും ക്രിസ്ത്യാനികൾ അവരുടെ ക്രൈസ്തവ പഠിതാക്കളുടെ ഭവനത്തിൽ സ്വീകരിക്കുകയോ അവരെ ആരെങ്കിലും ക്രിസ്ത്യാനി ആവാൻ താല്പര്യപ്പെട്ട അവരെ സ്നാനപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് രാജാവ് വ്യക്തമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഈ കൊച്ചിക്ക് നേരെയുള്ള സാമൂതിരിയുടെ ആക്രമണങ്ങളിൽ നിന്ന് കൊച്ചി രാജാവിനെ സംരക്ഷിച്ചിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം കേട്ടോ. പത്മനാഭ മേനോൻ്റെ കൊച്ചി രാജ്യചരിത്രമൊക്കെ വായിച്ചാൽ അറിയാം അത്തരം യുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാമൂതിരിയുടെ സൈന്യം അമ്പും വില്ലും വാളും കുന്തവുമൊക്കെ ആയിട്ട് ഈ കൊച്ചിനെ ആക്രമിക്കാൻ വരുമ്പോൾ കൊച്ചിയെ സംരക്ഷിക്കാൻ നിൽക്കുന്ന പോർച്ചുഗീസുകാരുടെ സൈന്യം പീരങ്കിയും യന്ത്രത്തോക്കും മറ്റുമായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ അവർ അമ്പും വില്ലും വാളും കുന്തമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവരിവിടെ പീരങ്കിയും യന്ത്രത്തോക്കും മറ്റുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, പരാജയപ്പെട്ടു പോകേണ്ടി വന്നു. വലിയ സൈന്യമായിട്ട് വന്നിട്ട് പോലും 19,000 വരുന്ന ഒരു വലിയ സൈന്യമായിട്ട് വന്നിട്ട് പോലും 400ഓളം പേരുള്ള പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അത് ആയുധങ്ങളുടെ വ്യത്യാസമാണ്, അവരുടെ കൈവശമുള്ള ആയുധം ഇവരുടെ കൈവശമുള്ള ആയുധം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പോർച്ചുഗീസുകാർ ഈ കൊച്ചിയെ സംരക്ഷിച്ചിരുന്നത് കൊണ്ട് പോർച്ചുഗീസുകാർക്ക് മതപ്രചരണത്തിനുള്ള സൗകര്യം കൊച്ചി രാജാവ് ഒന്ന് ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ആ മതപ്രചരണം തദ്ദേശ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അഥവാ പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോഴുണ്ടായിരുന്ന നസ്രാണി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശ ക്രിസ്ത്യാനികൾ, അവരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം, അതിൻ്റെ പുറത്തുള്ളവരോട് മതപ്രചരണം നടത്തരുത്, അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ സ്നാനപ്പെടുത്താൻ പാടില്ല. ഇതാണ് കൊച്ചി രാജാവ് പറഞ്ഞത്. നമുക്ക് വായിക്കുന്ന ബാക്കി തുടരാം. ക്രിസ്ത്യാനിയാകാൻ വേണ്ടി തൻ്റെ കൊട്ടാരം വിട്ടുപോകുന്ന ഏതൊരു പ്രഭുവിനെയും തൻ്റെ കൈകളിൽ അകപ്പെട്ടാൽ ജയിലിൽ അടയ്ക്കുകയും വധശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് തിരുവിതാംകൂർ രാജാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ശശികല ടീച്ചറെ കേൾക്കുന്നുണ്ടോ? ടീച്ചർ ചോദിച്ചല്ലോ, ഏതെങ്കിലും ഹിന്ദു രാജാക്കന്മാർ ഇവിടെ ക്രിസ്ത്യാനികളാകുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. ഇതേ കേട്ടോ, ചരിത്ര ഗ്രന്ഥമാണ്. ക്രിസ്ത്യാനിയാകാൻ വേണ്ടി ആരെങ്കിലും തൻ്റെ കൊട്ടാരം വിട്ടുപോയാൽ, അത് സാധാരണക്കാരുടെ കാര്യമല്ല, പ്രഭുക്കന്മാരുടെ കാര്യമാണ്. കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരായിരിക്കുന്ന ആരെങ്കിലും ക്രിസ്ത്യാനിയായി തീരുകയാണെങ്കിൽ അവനെ തൻ്റെ കൈ കിട്ടിയ സ്വന്തം കൈ കൊണ്ട് തന്നെ അവനെ കൊന്നുകളയുമെന്നാണ് തിരുവിതാംകൂർ രാജാവ് പറഞ്ഞിരുന്നത്, ഭീഷണിപ്പെടുത്തിയിരുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ മതം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു പ്രഭു കുടുംബത്തിലെ ഉദ്യോഗസ്ഥനായ നീലംപിള്ളയെ ആറമ്പള്ളിയിൽ വെച്ച് വെടിവെച്ചു കൊന്നു. 1787 കത്തോലിക്ക സഭയിൽ നിന്ന് മതം മാറാൻ വിസമ്മതിച്ചതിനാൽ 4 നായന്മാരെ, അതായത് ഉന്നതകുലരായ ശൂദ്രന്മാരെ തിരുവനന്തപുരത്ത് ജയിലിൽ അടച്ചത് ഞാൻ കണ്ടു. പൗളിനോസ് പാതിരി എഴുതുന്നതാണ്. ഇതിനകത്ത് ഈ നീലംപിള്ള എന്ന് പറഞ്ഞിരിക്കുന്നത് നീലകണ്ഠപിള്ളയാണ്. നീലകണ്ഠപിള്ള എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നമ്മളൊക്കെ അറിയാവുന്ന പരിചിതമായ പേര് പറയാം, ദേവസഹായം പിള്ള. ആ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് പൗളിനോസ് പാതിരി പറയുന്നത്, വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞത്. അതുപോലെ 4 നായന്മാരെ ജയിലിലടച്ച കാര്യം, അത് വേറെ ചരിത്രരേഖകളുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള വേറെ ചരിത്രരേഖകളുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറേ കൂടി മനസ്സിലാവും ഇവരോട് കാണിച്ചിരിക്കുന്ന ക്രൂരതകളൊക്കെ. ഇവരുടെ കണ്ണിൽ മുളക് തേക്കുന്നത് അടക്കമുള്ള ക്രൂരതകൾ അവർ കാണിച്ചിട്ടുണ്ട്, ഈ മതം ഉപേക്ഷിച്ച് മടങ്ങി വരാൻ പറഞ്ഞിട്ട്. പക്ഷെ അവർ മടങ്ങി വന്നൊന്നുമില്ല. അതെല്ലാം നമുക്ക് തുടർന്ന് വായിക്കാം.
അക്കാലത്ത് സമ്പ്രാതി കേശവപിള്ള എന്നയാൾ എന്നോട് നിയതിവാദത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വിധി എല്ലാ കാലത്തേക്കും നിർണയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മേൽപ്പറഞ്ഞ 4 ശൂദ്രന്മാരെയും ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് അയാൾക്ക് കഴിയുന്നതെല്ലാം ചെയ്തു. അവരെ നേരിട്ട് സന്ദർശിക്കുക പോലും ചെയ്തു. തൻ്റെ ലക്ഷ്യം നേടുന്നതിനായി സാധ്യമായ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ഉപയോഗിച്ചു. ഇത് വിജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി ബലപ്രയോഗത്തിലൂടെയുള്ള വഴികൾ തേടി. തടവുകാരെ പട്ടിണിയും ദാഹവും കൊണ്ട് പീഡിപ്പിക്കുക മാത്രമല്ല, ദിവസത്തിൽ 2 തവണ ചാട്ടവാറിനടിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ധീരരായ ആത്മാക്കളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവർ പരസ്യമായി ജയിലിൽ ദൈവവചനം ഏറ്റുപറഞ്ഞു. അതിനാൽ അവർ കൂടുതൽ ആളുകളെ മതപരിവർത്തനം ചെയ്തേക്കുമോ എന്ന് സമ്പ്രാതി കേശവപിള്ളയ്ക്ക് ഭയമായി. തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ഒരു കത്തോലിക്ക ഭാഷാ പണ്ഡിതൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുമതം സ്വീകരിച്ചൊരു വ്യക്തിയെ വധിച്ചാൽ താങ്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയില്ലെന്ന് രാജാവിനെ അറിയിച്ചിരുന്നതിനാൽ അവരെ മരണശിക്ഷയ്ക്ക് വിധേയരാക്കാൻ രാജാവ് ആഗ്രഹിച്ചില്ല. ആ നിരീക്ഷണം രാജാവിന് വളരെ ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം ഈ തത്വം ഒരു നിയമമായി സ്വീകരിക്കുകയും അത് എപ്പോഴും പിന്തുടരുകയും ചെയ്തു. ഈ നിയമം തുടർന്ന് പാലിക്കാൻ ആഗ്രഹിച്ചതിനാൽ ആ 4 ശൂദ്ര തടവുകാരുടെയും അഭിപ്രായം മാറ്റാൻ സാധ്യമായതെല്ലാം ചെയ്തിട്ടും അവർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഒടുവിൽ തോവാളയുടെ അതിർത്തിക്ക് പുറത്തേക്ക് നാട് കടത്തി. 1786 പറവൂരിലെ സിവിൽ മജിസ്ട്രേറ്റ് 11 പേരുള്ള ഒരു അക്രൈസ്തവ കുടുംബത്തെ ഞാൻ എന്തുകൊണ്ട് സ്നാനപ്പെടുത്തി എന്ന വിവരം അറിയുന്നതിനായി എന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി 6 പട്ടാളക്കാരുള്ള ഒരു സംഘത്തെ അയച്ചു. എന്നാൽ ഈ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ സമീപിക്കുകയും ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തതിനാൽ അവരെ തിരസ്കരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് ഞാൻ രാജാവിന് ഉടൻ തന്നെ എഴുതിയതിനാൽ എനിക്ക് ആ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. രാജാവ് മുൻപേ എന്നെ വീരശൃംഖല നൽകി ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഈ വിഷയം താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചു. ഈ പുതിയ ക്രിസ്ത്യാനികളെ അപ്പോഴേക്കും വരാപ്പുഴയിൽ നിന്ന് അയച്ചിരുന്നു. അതിനാൽ അവർ അദ്ദേഹത്തിൻ്റെ അതിരിന് പുറത്തായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ എത്ര ജാഗ്രത പുലർത്തിയാലും അധികമാവില്ല എന്നാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു മിഷണറിക്ക് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടത്ര അവസരം നൽകുന്നു. വോയേജ് ടു ദ ഈസ്റ്റ് ഇൻഡീസ്, പേജ് 207 മുതൽ 209 വരെ. അപ്പോൾ ഇതാണ് ശശികല ടീച്ചറും ടീമും പറയുന്ന ഹൈന്ദവ ഭരണാധികാരികൾ ക്രൈസ്തവരോട് കാണിച്ച മഹാമനസ്കതയും വിശാല മനസ്സും മതസഹിഷ്ണുതയും. ഇതാണ് ഇത് 1700കളിലെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. 1500ലെയും 1700ലെയും ഒക്കെ. ഇനി 1800കളിലേക്ക് വന്നാലും സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല. 1800കളിലേക്ക് വന്നാലും സാമുവൽ മറ്റീറിൻ്റെ ഞാൻ കണ്ട കേരളം, പേജ് 105, 106 ഇന്നാട്ടിലെ ഹിന്ദുക്കൾ ക്രിസ്ത്യൻ പ്രവർത്തകരോട് കാണിക്കുന്ന മതസൗഹാർദ്ദവും വിശാല മനസ്കതയും വിവരിക്കുന്നുണ്ട്. സാമുവൽ മറ്റീർ വിവരിക്കുന്നത് ഞാനതും വായിക്കാം. അവിശ്വാസികളിൽ നിന്നും പ്രത്യേകിച്ച് പൂണിയാട്ട് രാജായുടെ പ്രദേശങ്ങളിൽ കടുത്ത എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. രാജായുടെ സേവകർ പല ക്രിസ്ത്യാനി പ്രവർത്തകരെയും മർദ്ദിക്കുകയുണ്ടായി. ചിലരെ ക്രിസ്തീയത കഴുകിക്കളയുന്നതിനായി കഴുത്തോളം വെള്ളത്തിൽ നിർത്തുക പോലും ഉണ്ടായി. ദിവസങ്ങളോളം പൂട്ടിയിടുക, കണ്ണുകളിൽ മുളക് പുരട്ടുക, കടിയുറുമ്പുകളെയോ കറുത്ത വലിയ ഉറുമ്പുകളെയോ നിറച്ച സഞ്ചി കൊണ്ട് ശിരസ് മൂടിക്കെട്ടുക തുടങ്ങിയവയും ക്രിസ്തുമത പ്രവർത്തകരോട് അവർ കാണിച്ചിട്ടുള്ള പാതകങ്ങളാണ്. സാമുവൽ മറ്റീർ ഞാൻ കണ്ട കേരളം, പേജ് 105, 106. മഹാമനസ്കതയാണ്, മതസഹിഷ്ണുതയെ, വിശാല മനസ്സ്. അതാണിപ്പോൾ കേട്ടത്, നമ്മൾ വായിച്ചത്. ഇവിടെയുള്ള ഹിന്ദുക്കൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികളോട് ഇടപെട്ടതെന്ന് ഇതിപ്പോൾ വായിച്ചില്ല ചരിത്രത്തിൽ. ഇതിനൊക്കെ ദൃക്സാക്ഷികളായ ആൾക്കാരാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സാമുവൽ മറ്റീർ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഈ ക്രിസ്തുമത പ്രചാരകരെന്ന് അല്ലെ ക്രിസ്തുമത പ്രവർത്തകരെന്ന് സാമുവൽ മറ്റീറോടെ പറഞ്ഞിരിക്കുന്നത് മതപ്രചരണത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമല്ല കേട്ടോ. അങ്ങനെയാണെന്ന് മാത്രം അങ്ങനെ വിചാരിക്കരുത്. ഈ അടിമകൾക്കും അവർണർക്കും ആദിവാസികൾക്കുമൊക്കെ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മിഷണറി സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നല്ലോ. ആ മിഷണറി സ്കൂളുകളിലെ അധ്യാപകരെയും അന്ന് വിളിച്ചിരുന്നത് അങ്ങനെയാണ്, ക്രിസ്തുമത പ്രവർത്തകരെന്നാണ്. അധ്യാപകർ എന്നുള്ളതിനേക്കാൾ ഉപരി, കാരണം ക്രിസ്ത്യൻസിൻ്റെ സ്കൂളിൽ അവർ പഠിപ്പിക്കുന്നു, അവരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ക്രിസ്തുമത പ്രവർത്തകരെന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകരെ ഉപദ്രവിച്ച കാര്യമാണ് സാമുവൽ മറ്റീർ പറയുന്നത്. കാരണം സഹസ്രാബ്ദങ്ങളായി തങ്ങൾ അടിച്ചമർത്തി വച്ചിരിക്കുന്ന മനുഷ്യർക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകി അവരെ സ്വതന്ത്രരാക്കാൻ നടക്കുന്നവരാണ് ഈ
ക്രിസ്തുമത പ്രവർത്തകർ അല്ലെങ്കിൽ മിഷണറിമാരെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പീഡിപ്പിച്ചത്. അത് 106-ാമത്തെ പേജിൽ സാമുവൽ മറ്റീർ ഒന്നും കൂടി പറയുന്നുണ്ട്. അക്ഷരം പഠിക്കുന്ന പക്ഷം തങ്ങൾക്ക് ചൂഷണം ചെയ്യാനാവില്ലെന്ന കാരണത്താൽ നായർ ജാതിക്കാരും മുഹമ്മദീയരും താഴേക്കിടയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും അരയ ക്രിസ്ത്യാനികളെ ഇന്നും വളരെയധികം പീഡിപ്പിക്കുന്നു. സാമുവൽ മറ്റീർ, ഞങ്ങളുടെ കേരളം, പേജ് 106. വിദ്യാഭ്യാസം നേടാൻ മോഹിച്ച മലയരയ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളെ അവർക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്ന ആൾക്കാരെ മാത്രമല്ല, അവിടെ ക്ലാസ്സിൽ പഠിക്കാൻ വന്നിരുന്ന ആ മലയാള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും സനാതന മതക്കാരും ഇസ്ലാം മതക്കാരും പീഡിപ്പിച്ചതിനെക്കുറിച്ചാണ് സാമുവൽ മറ്റീർ എഴുതിയിരിക്കുന്നത്. ഇനി വേറൊരു പുസ്തകം, ഓട്ടുമല റോബിൻസൺ എഴുതിയ കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. തിരുവിതാംകൂറിൻ്റെ നവീകരണ ശില്പി കേണൽ ജോൺ മൺറോ. അപ്പോൾ ആ പുസ്തകത്തിൽ ഈ ദേവസഹായം പിള്ളയെ പീഡിപ്പിച്ചതിനെക്കുറിച്ച് അതിനകത്ത് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. പ്രലോഭനങ്ങളിലും വാഗ്ദാനങ്ങളിലും അകപ്പെടാതെ നീലകണ്ഠം പിള്ള ഉയർന്ന ജാതികളിൽ നിന്നുള്ള ആളുകളെ ക്രിസ്തുമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ അമർഷം പൂണ്ട പ്രധാനമന്ത്രി രാമയ്യൻ തളവ രാജാവിനെ സമീപിച്ച് ദേവസഹായം പിള്ളയ്ക്കെതിരെ കുറ്റപത്രം ഹാജരാക്കി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിനുള്ള അധികാരപത്രം സമ്പാദിച്ചു. തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനം ആരംഭിക്കുവാൻ ഇത് മുഖാന്തരമായി. ദേവസഹായം പിള്ളയെ 1749 ഫെബ്രുവരി 23 അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒരു പോത്തിൻ്റെ പുറത്ത് കയറ്റി ഗ്രാമങ്ങൾ തോറും ഓടിച്ചു കൊണ്ടുപോവുകയും നിത്യേന 50 പ്രഹരം വീതം ഏൽപ്പിച്ച ശേഷം മുറിവുകളിലും മൂക്കിലും മുളക് പൊടി വിതറി വെയിലത്ത് നിർത്തി കെട്ടിക്കിടക്കുന്ന മലിനജലം മാത്രം കുടിക്കാൻ നൽകുകയും ചെയ്തു. ഓട്ടുമല റോബിൻസൺ, കേണൽ ജോൺ മൺറോ, പേജ് 97. ദേവസഹായം പിള്ളയെ ഉപദ്രവിച്ച കാര്യമാണ്. അദ്ദേഹത്തിനെ അടിക്കുന്നു, ദേഹത്ത് മുറിവുകളുണ്ടാക്കുന്നു, പിന്നെ മുറിയിലും മൂക്കിലുമൊക്കെ മുളക് പൊടി വിതറുന്നു, നട്ടുച്ചയ്ക്ക് വെയിലത്ത് കൊണ്ടുപോയി നിർത്തുന്നു, പിന്നെ ഓടയിലുള്ള മലിനജലം കുടിക്കാൻ കൊടുക്കുന്നു. നമുക്കറിയാം, ദേഹത്തു നിന്ന് രക്തമൊക്കെ വാർന്ന് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് നല്ല ദാഹം ഉണ്ടാകും. കാരണം ശരീരത്തിൽ നിന്ന് ധാരാളം ജലാംശം നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് കുടിക്കാൻ കൊടുക്കുന്നത് ഓടയിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം. എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? അദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയതിൻ്റെ പേരിലല്ല. അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു, സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, ഡിലനോയുടെ അടുത്ത സ്നേഹിതനായിരുന്നു. ഡിലനോയി മുഖാന്തരമാണ് അദ്ദേഹം ക്രിസ്തുവിനെ അറിയുന്നത്, ക്രിസ്ത്യാനിയായിത്തീരുന്നത്. അപ്പോൾ അത്ര ഉയർന്ന പൊസിഷനിലുണ്ടായിരുന്ന ഡിലനോയി എന്ന് പറയുന്നത് അവരുടെ സർവ്വസൈന്യാധിപനായിട്ടായിരുന്നു, വലിയ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം അത്ര ഉയർന്ന പൊസിഷനിലുണ്ടായിരുന്ന ആളാണ് ദേവസഹായം പിള്ള, ഈ നീലകണ്ഠൻ പിള്ള, പിന്നീട് ദേവസഹായം പിള്ളയായത്. അദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയതിൻ്റെ പേരിലല്ല, കള്ളത്തരം നടത്തിയതിൻ്റെ പേരിലല്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഏക കാരണത്താലാണ്. ഒരു കാരണവുമില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇവർ പീഡിപ്പിച്ചത്. ആ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു ഹിന്ദുക്കളെന്ന്. വ്യാജം, നുണയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിയായ വില്യം തോബിയാസ് റിങ്കിൾടോപ്പ്, അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് വരുന്നതിനെക്കുറിച്ച് തൻ്റെ സുഹൃത്തിന് കത്തെഴുത്തിയപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ കത്തി എന്നുള്ളൊരു ഭാഗം ഓട്ടുമല റോബിൻസൻ്റെ കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. പിശാചുക്കളെ കൊണ്ട് നിറഞ്ഞ തിരുവിതാംകൂറിലേക്ക് ഞാൻ പോകുകയാണ്. എനിക്കവിടെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ കൊലപ്പെടുത്തിയെന്ന് വരും. എനിക്കതിൽ ഭയമില്ല. പക്ഷെ ആ സ്ഥലത്ത് എൻ്റെ രക്ഷകനെ പ്രഘോഷിക്കാൻ ഒരു നാവല്ലേ ഉള്ളൂ എന്ന് കരുതി ഞാൻ ദുഃഖിക്കുന്നു. ഓട്ടുമല റോബിൻസൺ, കേണൽ ജോൺ മൺറോ, പേജ് 98. നിങ്ങൾ ഈ ആഫ്രിക്കയിലേക്ക് സുവിശേഷവുമായി പോയിട്ടുള്ള മിഷണറിമാരുണ്ടല്ലോ, അവരുടെയൊക്കെ ജീവചരിത്രം വായിക്കുമ്പോൾ അറിയാം, അവരും ഇതുപോലെയാണ്. പോകുന്നതിന് മുമ്പ് തങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്കൊക്കെ കത്തയക്കും. അപ്പോൾ അത്തരം കത്തുകളിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ കാണാം. നരഭോജികളുടെ ഇടയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ക്രൂരന്മാരായിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പോവുകയാണ്, ഞാൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല, തിരിച്ചു വരാൻ സാധ്യതയില്ല, ഒരുപക്ഷെ ഇതായിരിക്കും എൻ്റെ അവസാനത്തെ കത്ത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ കത്തെഴുതുക. അതേ രീതിയിലുള്ള കത്താണ് തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ റിങ്കിൾടോപ്പ് എഴുതുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് ക്രൈസ്തവരോട് ഇടപെട്ടിരുന്നത് എന്നുള്ളത്, ആഫ്രിക്കയിലുള്ള നരഭോജികളൊക്കെ എങ്ങനെയാണോ അവിടേക്ക് ചെന്ന് ക്രിസ്ത്യൻ മിഷണറിമാരോട് ഇടപെട്ടിരുന്നത്, അങ്ങനെ തന്നെയാണ് ഇവരോട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് റിങ്കിൾടോപ്പ് അത് പറയുന്നത്, വെറുതെ പറഞ്ഞതല്ല. അത് മാധവടിയാർ എഴുതിയ ദേവസഹായം പിള്ള ചരിത്രം, ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്നൊരു ഭാഗം ഞാൻ ഉദ്ധരിക്കാം. 1853
ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തെ ദിവാൻ കൃഷ്ണരായരായിരുന്നു. ഇദ്ദേഹം ഇംഗ്ലീഷുകാരെയും മിഷണറിമാരെയും അവഗണിച്ച് ചില പ്രവൃത്തികൾ ചെയ്തിരുന്നു. കൂടാതെ നാട്ടിൽ ക്രിസ്തുമതത്തിൽ ചേർന്നവരെ ഗവൺമെൻറ്റിൽ നിന്നും അനാവശ്യമായി ഉപദ്രവിക്കുക, ക്രിസ്ത്യാനികളുടെ ഉത്സവ സ്ഥലങ്ങളിൽ ചെന്ന് പോലീസ് അധികൃതന്മാർ അനാവശ്യമായ ലഹളയുണ്ടാക്കുക, ക്രിസ്ത്യൻ സ്ത്രീകളെ അവമാനിക്കുക, മുട്ടിന് താഴ്ത്തി മുണ്ടെടുക്കുന്ന ക്രിസ്ത്യാനികളെ മുട്ടിന് താഴ്ത്തി അടിക്കുക, വെള്ളമുണ്ടെടുത്ത് വഴികളിൽ കൂടി നടക്കുകയാണെങ്കിൽ ചാണകം കലക്കി ഒഴിച്ച് മുണ്ട് വൃത്തികേടാക്കി ഓടിക്കുക, റൗക്ക, ജാക്കറ്റ്, ദാവണി മുതലായവ ഉപയോഗിക്കുന്ന സ്ത്രീകളെ നിന്ദിക്കുകയും ശരീരോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുക മുതലായ പലവിധ കൃത്യങ്ങൾ നടന്നു വന്നിരുന്നു. എ മാതാവടിയാർ, ദേവസഹായമുള്ള ചരിത്രം, ആമുഖോപന്യാസം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആ കൂട്ടർ, ഇത് 1853 ഇതിനു മുമ്പാണ് 1806 റിങ്കിൾ ടോപ്പ് വരുന്നത്, അതിൻ്റെ ഒരു 50 കൊല്ലം മുന്നേ. അപ്പോൾ ഇതിനേക്കാളും കഷ്ടമായിരുന്നു അന്നത്തെ അവസ്ഥ. അതുകൊണ്ടാണ് റിങ്കിൾ ടോപ്പ് അങ്ങനെ എഴുതിയത്. CM ആഗൂറിൻ്റെ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേജ് 55 തിരുവിതാംകൂർ സർക്കാർ 1780, അതായത് വില്യം റിങ്കിൾ ടോപ്പ് ഇവിടെ വരുന്നതിന്, തിരുവിതാംകൂറിൽ മിഷണറി ആയിട്ട് വരുന്നതിനും 25 കൊല്ലം മുൻപ് ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ ക്രൂരമായ നരനായാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാനത് വായിക്കാം. ക്രിസ്തുമതത്തിനെതിരെ ശക്തമായ ഒരു കുരിശുദ്ധം നടന്ന അടുത്ത സന്ദർഭം 1780 അന്ന് തിരുവിതാംകൂറിലെ ദിവാൻ നാഗംപിള്ള തെക്കൻ പ്രദേശത്തെ പുതുതായി മതപരിവർത്തനം ചെയ്തവർക്കെതിരെ ഒരു പീഡനം ആരംഭിക്കുകയും ക്രിസ്ത്യാനികളെ പഴയ വിജാതീയ ആചാരങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. അത് നിഷേധിച്ച 20,000-ഓളം പേർ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പർവ്വതങ്ങളിൽ അഭയം തേടി. അദ്ദേഹത്തിൻ്റെ കൈകളിൽ അകപ്പെട്ട 300 ദുർഭാഗ്യവാന്മാരിൽ 10 പേരെ മരക്കൊമ്പുകളിൽ തൂക്കിലേറ്റി, 80 പേരെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റവരിൽ വേലേന്ദ്രൻ, അരുളൻ എന്നിവർ അതേ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. CM ആഗൂർ, ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, പേജ് 55. ശശികല ടീച്ചറേ, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോട് കാണിച്ചിട്ടുള്ള മതസൗഹാർദ്ദത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. അത് ഇതാണോ ആ മതസൗഹാർദ്ദം? ഇതാണോ? 20,000-ഓളം പേരാണ് സ്വന്തം വീട് ഉപേക്ഷിച്ച് പുറത്തു പോയത് ഇവരുടെ ഉപദ്രവം കാരണം. അന്നത്തെ ദിവാൻ നാഗംപിള്ള ഉപദ്രവിച്ചതുകൊണ്ട് അവരുടെ സൈന്യം, നാഗംപിള്ള കൽപ്പനയിട്ടു, സൈനികർ വന്നു. ഉപദ്രവിച്ചപ്പോൾ ആളുകൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് വെളുമ്പറമ്പുകളിലേക്ക്. ഇന്നതൊക്കെ ഉത്തരേന്ത്യയിലും കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ കുറേ വീഡിയോ നിങ്ങളും കണ്ടു കാണും. രാത്രിയൊക്കെ മഞ്ഞുകാലത്ത് വീടിന് പുറത്ത് കാട്ടിനും മറ്റുമൊക്കെ പോയി താമസിക്കേണ്ടി വരുന്നത് കാരണം ഇവർ ഉപദ്രവിക്കുകയാണ്, പോലീസിലേക്ക് കൂട്ടുപിടിച്ച് ഉപദ്രവിക്കുകയാണ്, ഓടിപ്പോകേണ്ടി വരുന്നത്. അപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞ ആ മതസൗഹാർദ്ദം, ആ മതസഹിഷ്ണുത, ഹിന്ദുക്കളുടെ വിശാല മനസ്സ്, ഇതാണോ അത്? ഇത്രയും കാലം നിങ്ങൾ കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരുന്നു. ഇനി മൈക്കിന് മുമ്പിൽ നിന്ന് നുണകൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ 2 വട്ടം നിങ്ങൾ ആലോചിക്കണം. കാരണം നിങ്ങളുടെ കള്ളത്തരങ്ങളെ പൊളിച്ചടക്കാൻ സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. ആ ബോധം നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് ശശികല ടീച്ചറിനോടും TG മോഹൻദാസ് സാറിനോടും മാത്രമായിട്ട് പറയുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മൈക്ക് കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ വിഷം ചീറ്റുന്ന സകല സംഘപരിവാർ ജീവികളോടും, സകല സംഘപരിവാർ ക്ഷുദ്രജീവികളോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ തല്ലാനൊക്കെ പറ്റും, ഞങ്ങൾ തിരിച്ചു തല്ലുകയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കള്ളങ്ങളുണ്ടല്ലോ, അത് പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ചരിത്ര വസ്തുതകൾ വെച്ച് ഡോക്യുമെൻ്റ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കള്ളമാണ് പറഞ്ഞതെന്ന് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ വിശ്വാസ്യത ജനങ്ങളുടെ മുമ്പാകെ ചോദ്യചിഹ്നമാക്കി നിർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾ ഈ സത്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വിശ്വാസ്യത പോകും. അതാണ് വസ്തുത. നിങ്ങൾ പറയുന്ന ഓരോ കള്ളവും വസ്തുതകൾ നിരത്തിവെച്ച് ഞങ്ങൾ പൊളിച്ചടക്കും. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. തികഞ്ഞ ഹിന്ദുരാഷ്ട്രമായ തിരുവിതാംകൂറിൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയിരുന്നത് കൊണ്ടാണ് റിങ്കിൾ ടോപ്പ് തൻ്റെ സ്നേഹിതനോട് പറഞ്ഞത്, പിശാചുക്കളെ കൊണ്ട് നിറഞ്ഞ തിരുവിതാംകൂറിലേക്ക് ഞാൻ പോവുകയാണ്, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ഇതന്ന് മാത്രമല്ല കേട്ടോ, ഭരണം കിട്ടിയ ഇടങ്ങളിലെല്ലാം ഇന്നും ഹിന്ദുക്കൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. പോലീസിനെ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ അവർ ഉപദ്രവിക്കും. ഉത്തരേന്ത്യയിൽ അങ്ങനെ ധാരാളം കേസുകളുണ്ട്. ഓരോ ഞായറാഴ്ച കഴിയുമ്പോഴും വാട്സാപ്പിൽ ഇഷ്ടം പോലെ വീഡിയോ വരും. ഉത്തരേന്ത്യയിലേക്കുള്ള സഹോദരന്മാർ, നമ്മൾ ഈ അപ്പോളജറ്റിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇതാണ് ബ്രദറെ ഇന്ത്യയിൽ നടക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ സുരക്ഷിതരാണ്,
പക്ഷേ ഇവിടുത്തെ അവസ്ഥ മോശമാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഞായറാഴ്ചയും ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വൈകുന്നേരമാവും, വീട്ടിൽ വന്നിട്ട് നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഇത്തരം വീഡിയോകളാണ് ഇഷ്ടം പോലെ. ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാം. ഇത് ഛത്തീസ്ഗഡിലെ കോർബയിൽ സംഘി പോലീസ് ഞായറാഴ്ച ആരാധന തടസ്സപ്പെടുത്തി വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ വീഡിയോ ആണ്. उल्टी होता है उनको बाइक से ले जाओ। एक गाड़ी निकाल रहे हैं कुणाल। പോലീസിന് ഉപയോഗിച്ച് മാത്രമല്ല കേട്ടോ, കാവ്യ ഭീകരന്മാർ സ്വന്തം നിലയ്ക്കും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ളതുമുണ്ട്, ഒക്കെയുണ്ട്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഏതോ ഗ്രന്ഥം എന്നുള്ള നിലയിലാണ് യുവന്മാർ അഭ്യാസം കാണിക്കുന്നത് കണ്ടാൽ തോന്നാം. ബൈബിളൊക്കെ പിടിച്ചെടുത്തിട്ട് വലിയ കാര്യത്തിൽ ഇതാ അവരുടെ അവിടുത്തെ ഇത്ര അധികം ബൈബിൾ ഉണ്ടായിരുന്നു, ഞങ്ങളിതൊക്കെ എടുത്തുകൊണ്ട് വന്നാണെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത്. ബൈബിൾ നിരോധിക്കപ്പെട്ട പുസ്തകമാണെന്നുള്ള നിലയിലാണ്. അതുപോലെ ആരാധനയ്ക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നു. പോകുന്നവരെ മാത്രമല്ല, ആരാധനാ ഹാളിനകത്തേക്ക് കടന്നു ചെന്നിട്ട് ആരാധന നടന്നുകൊണ്ടിരിക്കുക അവിടെ ചെന്നിട്ട് നിർത്തുമെന്നും പറഞ്ഞ് അത് ആരാധന തടയുന്നു. എന്നിട്ട് അവരെ ചോദ്യം ചെയ്യുന്നു, അവരെ മർദ്ദിക്കുന്നു. എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. പോലീസ് ശരിക്കും അറസ്റ്റ് ചെയ്യേണ്ടത് ഇവന്മാരെയാണ്, ഈ കാവ്യ ഭീകരന്മാരെയാണ്. പക്ഷെ പോലീസ് അത് ചെയ്യുകയില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ക്രൈസ്തവരെ. ഈ വീഡിയോ ഇത് ഒറ്റ വീഡിയോ അല്ല, ഓരോ വീഡിയോ ആയിട്ട് കാണിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ സമയം കുറേ പോകും. അതുകൊണ്ട് ഞാൻ പല വീഡിയോ ക്ലിപ്പുകളിൽ നിന്നുള്ളത് കുറച്ച് ഭാഗങ്ങൾ, അതിൻ്റെ കുറച്ച് 10-20 സെക്കൻഡൊക്കെ ഉള്ളത് മാത്രം കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഒരു വീഡിയോ കമ്പൈലേഷനാണ്. ഇതൊന്ന് കണ്ടു നോക്ക്. हम ये कुछ गलत थोड़ी कर रहे हैं यहाँ पर, या कोई धर्म परिवर्तन करना हो रहा है। हाँ सही बात है, धर्म परिवर्तन कर। यहाँ पे क्या राम की बात कर रहे हो, कृष्ण जी की बात कर रहे हो क्या? हाँ तो आपके धर्म की बात कर रहा हूँ ना, आपके धर्म का कौन है यहाँ पे? नहीं होगा कि हमारे हिंदुओं को बैठा के आप बिल्कुल बंद करो, आप बहुत हो गया, बंद करो इसे बंद करो, साइलेंट बंद करो, इसे बंद कर लो तुम लोग, बंद कर लो तुम लोग। आप यहाँ हिंदू नहीं है, भैया सबका नाम ले लो ना, सबका आईडी चेक करवाइए यार। फोन कर हिंदू છે સાઈડમાં આવી જાઓ, આ હિન્દુ લાગે છે, કોઈ નહીં હિન્દુ છે, જોવાથી ખબર પડે. સાડી વાળા जितने हिंदू सब साइड में मीडिया से ये देखो यहाँ पे अरे बहन से योगी के नंबर के अपना सबकी निदान कर दिया, बहन से इधर छोड़ दिया, राम मंदिर का क्या घोषणा बोलोगे? श्री राम का जय श्री राम। देख ले एक मिनट कोई ना बोलो, अगला गेड़ा तो किसी मत दम है, अरे तुम्हारा प्रोग्राम करके दिखा दो, ठीक है। ये इसका
इसका फोटो सभी है वो करिए। पुलिस आ रही है आपके लिए हम जब आपने क्या बताया था, हम जब यहाँ आए थे मेरे सारे वीडियो आपके मिल चुके हैं। ये क्या हो रहा है, ये क्या है? पवित्र बाइबल और यहाँ पर पूरा हिंदू फैमिली है, हिंदू समाज के सबूत चाहिए। देखिए यहाँ पर बाइबल निकला है, ये सबूत है। अपनी माँ को चेंज मत करो और ये कितने लोगों को तुम ये ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ അവിടെയുള്ള ക്രിസ്ത്യാനികളോട് കാണിക്കുന്നതിനേക്കാളും വലിയ ക്രൂരതകൾ വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഹിന്ദുക്കൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ലാന്ന്. സലോമോൻ പറഞ്ഞതുപോലെയാണ്, സൂര്യന് കീഴിൽ പുതുതായിട്ടൊന്നുമില്ല, എല്ലാം പഴയത് തന്നെ. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ആ കാണിക്കുന്ന കാര്യം ഇതൊക്കെ ഇവിടെ പണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായ? അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ പീഡിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വിമൻസ് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി അടിച്ച് കളി ജയിപ്പിച്ചതിന് ശേഷം ജമീമ റോഡ്രിക്സ് യേശു ക്രിസ്തുവിന് നന്ദി പറയുകയും കളിക്കിടയിൽ താൻ ക്ഷീണിച്ചു പോയപ്പോഴൊക്കെ ഒരു ബൈബിൾ വാക്യം തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ ബൈബിൾ വാക്യമൊക്കെ ഉദ്ധരിക്കുകയുണ്ടല്ലോ, നിങ്ങളെല്ലാം കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ ആ വാചകം, ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു എന്ന വാക്യം, ആ വാക്യമാണ് അവർ തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത്. പുറപ്പാട് 14:14 ഫറവോയും സൈന്യവും വരുമ്പോൾ ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന വാചകമാണത്. ശത്രുക്കളാൽ വേട്ടയാടപ്പെടുന്ന സമയത്ത് ഏതൊരു ബൈബിൾ വിശ്വാസിക്കും ഉറപ്പും ധൈര്യവും പ്രതീക്ഷയും നൽകുന്ന തിരുവെഴുത്താണത്. ജമീമ ആ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ആയത് കാരണം അവരും കഷ്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഭരണകൂടത്തിൽ നിന്നുള്ള ഉപദ്രവം നേരിടുന്ന സമയത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും എന്ന സന്ദേശമാണ് ജമീമ പറഞ്ഞതിൽ നിന്ന് അവർക്ക് കിട്ടിയത്. ജമീമ അത് ഉദ്ദേശമൊന്നും പറഞ്ഞായിരിക്കുകയില്ല, തൻ്റെ സ്വന്തം അനുഭവം പറഞ്ഞതാണ്. പക്ഷെ അത് കേട്ട ഉത്തരേന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് അതിൽ നിന്ന് കിട്ടിയത് ഈ മെസ്സേജാണ്. അതുകൊണ്ടാണ് അവരത് പെട്ടെന്ന് തന്നെ വൈറലാക്കിയത്. ബാക്കിയുള്ള എല്ലാ ക്രിസ്ത്യാനികളും, ഇത് അറിയാത്ത ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവരറിയണം ഈ വാക്യം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഭരണകൂടം നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇതുപോലെയുള്ള ഓരോ ക്രൂരതകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ പതറാതെ നിൽക്കുക, ധൈര്യത്തോടെ നിൽക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. ആ മെസ്സേജാണ് അവർക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് അവരത് വൈറലാക്കിയത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. തിരുവിതാംകൂറിലേക്ക് മിഷണറിയായി വരാൻ റിങ്കിൾ ടോമിന് മുമ്പ് പലരും ശ്രമിച്ചിരുന്നു. എന്നാൽ തിരുവിതാംകൂർ ഭരണകൂടം അവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അവർ തോവാളയിലെത്തുമ്പോൾ അവരെ തടയും. കാരണം തോവാളയാണ് അതിര്. അപ്പോൾ അതിരിൽ വെച്ച് തടയും, എന്നിട്ട് അവരെ തിരിച്ചുവിടും. ഇതായിരുന്നു പതിവ്. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ഈ പോർച്ചുഗീസുകാരെ പോലെ ആയുധവും കൊണ്ടാണ് വന്നിരുന്നതെങ്കിൽ ഒരാളും അവരെ തടയാൻ നിൽക്കുകയില്ല, അതുറപ്പാണ്. ഇവർ അങ്ങനെയുള്ള ഭീരുക്കളാണ്. ആയുധം കൊണ്ട് വരുന്നവൻ്റെ മുമ്പാകെ ഇവർ കവാത്ത് മറക്കും. മനസ്സിലായ? കവാത്ത് മറക്കും. അപ്പോൾ അങ്ങനെയാണ് വന്നിരുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ കൊക്ക് വലിയ മീനിനെ കാണുമ്പോൾ കണ്ണടയ്ക്കും. കാരണം കൊക്കിനറിയാം ഇതിനെ കൊത്തിയിട്ട് കാര്യമില്ല, ഇത് വിഴുങ്ങാൻ പറ്റില്ല, തൊണ്ടേ തടഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വലിയ മീനെ കാണുമ്പോൾ കണ്ണടച്ച് വിടും, പോട്ടെ ചെറിയ മീൻ വരുമ്പോൾ ഞാൻ കൊത്തിക്കോളാം. അതേ മെൻറ്റാലിറ്റി തന്നെയാണ് ഇവർക്കും. മനസ്സിലായോ? ആയുധവുമായിട്ടൊക്കെ വരുന്നവരെ നേരെ ഇവർ അനങ്ങുകയില്ല. കാരണം തടി കേടാവും. അവൻ്റെ കയ്യിൽ, ഇവരുടെ കയ്യിലുള്ള അമ്പും വില്ലും വാളുമൊന്നും അല്ല, തോക്കും പീരങ്കി സാധനമൊക്കെയാണ്. അപ്പോൾ അതും കൊണ്ടൊക്കെ വരുന്നവൻ്റെ നേരെ മുട്ടാൻ പോയി കഴിഞ്ഞാൽ തടി കേടാവുമെന്ന് ഇവർക്കറിയാം. മിണ്ടാതിരിക്കും. അവർ വരികയെ മതം പ്രചരിപ്പിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. പക്ഷേ ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ആയുധം കൊണ്ടൊന്നല്ലല്ലോ വന്നത്, അവർ സ്നേഹത്തിൻ്റെ സുവിശേഷവുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് അവരെ തടഞ്ഞു. അവർക്ക് ഹിന്ദുരാഷ്ട്രമായ തിരുവിതാംകൂറിലേക്ക് പ്രവേശനം നിഷേധിച്ചു. റിങ്കിൾ ടോബ് തരങ്കമ്പാടിയിലായിരുന്നപ്പോൾ, തരങ്കമ്പാടി മിഷൻ കേന്ദ്രമാണ്, അവിടെ തരങ്കമ്പാടിയിലായിരുന്നപ്പോൾ തിരുവിതാംകൂറിൽ നിന്നുള്ള ചില പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ചെന്ന് കാണുകയും തിരുവിതാംകൂറിലേക്ക് വരാൻ അപേക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. മുമ്പേ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇവിടേക്ക് പ്രവേശനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ ആരും തിരുവിതാംകൂറിലേക്ക് കടന്നു ചെല്ലാതിരുന്നിട്ടും തിരുവിതാംകൂറിൽ എങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ ഉണ്ടായി എന്ന് ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതൊന്ന് വിശദീകരിക്കാം.
അന്നത്തെ തമിഴ് പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തരംഗമ്പാടി, ആ തരംഗമ്പാടിയൊക്കെ അന്ന് തിരുനെൽവേലിയുടെ ഇതിനകത്ത് ഉള്ള പ്രദേശമാണ്. അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനം മൂലം തമിഴ്നാട്ടിൽ ധാരാളം ആളുകൾ ക്രിസ്ത്യാനികളാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരുടെയും ബന്ധുക്കൾ തിരുവിതാംകൂറിലുണ്ട്. അതായത് തിരുവിതാംകൂറിൽ പണ്ടേ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ധാരാളം ആളുകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിരുന്നു. പിന്നെ ഇന്നത്തെ കന്യാകുമാരി അതൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു അന്ന്. അപ്പോൾ ഇവരുടെ ബന്ധുക്കാരൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബന്ധുക്കളുടെ അടുക്കലേക്കൊക്കെ ഇവർ ഇവിടുന്ന് പോകാറുണ്ട് ബന്ധു വീട് സന്ദർശനത്തിനായിട്ട്. പിന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളിടത്ത് മധുര അല്ലെങ്കിൽ രാമേശ്വരം, പഴനി, പിന്നെ തഞ്ചാവൂർ, അങ്ങനെയുള്ള ഇടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ അതിലേക്കൊക്കെ തീർത്ഥാടനത്തിനൊക്കെ പോകും. അപ്പോൾ അവിടെയുള്ള ബന്ധുവീടുകളിൽ താമസിക്കും, അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇവർ അവിടെ ബന്ധുവീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ്, തിരുവിതാംകൂർ വിട്ട് ഈ തമിഴ് പ്രദേശങ്ങളിലുള്ള ബന്ധുവീടുകളിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ്, അവൻ ക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവരൊക്കെ ക്രിസ്ത്യാനികളാണ്. ഇന്നത്തെ പോലെ ഉടനടി തിരിച്ചു വരാനൊന്നും പറ്റില്ല. ട്രെയിനൊന്നും ഇല്ലാതിരുന്ന സമയമാണല്ലോ, ട്രെയിനും ഇല്ല, ബസ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ തിരിച്ചുള്ള യാത്ര എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും, ഇവൻ ക്രിസ്ത്യാനി ആയതിൽ അല്ലെങ്കിൽ ആ കുടുംബം ഒന്നടങ്കം ക്രിസ്ത്യാനി ആയതിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും വേറെ നിവൃത്തിയില്ലാതെ അവിടെ തങ്ങും. അപ്പോൾ അങ്ങനെ തങ്ങുന്ന സമയത്ത് ആ വീട്ടുകാർ ഇവരോട് സുവിശേഷം പറയും. ചിലപ്പോൾ അവരുടെ മിഷണറിയും വന്ന് പറയും. അപ്പോൾ സുവിശേഷം ഇവർ കേൾക്കുകയും ഇവർക്കത് സത്യമാണെന്ന് ബോധ്യമാകുകയും ചെയ്യുമ്പോൾ ഇവർ സുവിശേഷത്തിൽ വിശ്വസിക്കും. എന്നിട്ട് ഇവർ തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ സുവിശേഷം അറിയിക്കും. അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് രണ്ടുപേര്. ഒന്ന് മഹാരസൻ, രണ്ട് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ശിവഗുരുനാഥൻ. അപ്പോൾ ഇവർ രണ്ടുപേരും, ഇവർ തഞ്ചാവൂരാണ് ഇവരുടെ പൂർവികം. തിരുവിതാംകൂറിൽ നിന്ന് ഇവർ തഞ്ചാവൂരിലേക്ക് പോയി. തഞ്ചാവൂരിലേക്ക് ബന്ധുവീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അവർ ക്രിസ്ത്യാനിയായി. പിന്നെ അവരുടെ മിഷണറിയൊക്കെ വന്ന് ഇവരോട് സംസാരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ക്രിസ്ത്യാനികളായി തീർന്നു. ഈ മഹാരസൻ്റെ പേര് മാറ്റിയിട്ടു മിഷണറിമാർ, രണ്ടുപേരുടെയും പേര് മാറ്റിയിട്ടു. മഹാരസൻ്റെ പേര് വേദമാണിക്യം. ഒരുപക്ഷെ നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. വേദമാണിക്യം വളരെ പ്രൊമിനൻ്റ് ആയ ഒരു ഫിഗറാണ് ഈ തിരുവിതാംകൂർ സഭാചരിത്രത്തിൽ. ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ട്രാവൻകൂർ എന്നാണ് മിഷണറിമാർ പറഞ്ഞത്. എന്ന് വെച്ചാൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യ ഫലം അത് ഈ മഹാരസനാണ്, വേദമാണിക്യം. പിന്നെ ശിവഗുരുനാഥൻ്റെ പേര് മാസില്ലാമണി, അങ്ങനെ മാറ്റിയിട്ടു. മാസ് എന്ന് പറഞ്ഞാൽ തമിഴിൽ കളങ്കം എന്നർത്ഥം, കറ, കളങ്കം എന്നൊക്കെയാണ്. അപ്പോൾ മാസില്ല മണി, കളങ്കമില്ലാത്ത മണി എന്നാ, ജെമ്മ്, മുത്ത്, കളങ്കമില്ലാത്ത മുത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ടത്. ഏതായാലും ഇവർ രണ്ടുപേരും തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ തങ്ങൾക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് കുടുംബത്തിലുള്ളവരോട്, അയൽവക്കക്കാരോട് ഒക്കെ പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഇവർ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ധാരാളം പേര് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ അവിടെ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഇതേപോലെ തന്നെ വേറെ ആൾക്കാരും ഒക്കെ പുറത്തൊക്കെ പോയിട്ട് അവരും ഇതേപോലെ ക്രിസ്ത്യാനികളായിട്ട് മടങ്ങി വന്നു, സുവിശേഷം പറയുകയും മറ്റുമൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് പ്രവേശനമില്ലാതിരുന്നിട്ടും തിരുവിതാംകൂറിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അത് നമ്മൾ അറിയണേ. കാരണം കത്തോലിക്കർക്ക് വേണ്ടി സംസാരിക്കാൻ വിദേശത്തു നിന്ന് വന്ന പാതിരിമാരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്ക് ആ സമയത്ത് തിരുവിതാംകൂറിൽ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. പോർച്ചുഗീസുകാർ പോയിരുന്നു തന്നെ പറയാം, ഏകദേശം കേരളത്തിൽ നിന്ന് പോയിരുന്നു തന്നെ പറയാം. അപ്പോൾ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും യൂറോപ്യന്മാരായ പാതിരിമാരിവിടെ ഉണ്ടായിരുന്നു. പോർച്ചുഗീസ് ഭരണാധികാരികളൊക്കെയാണ് പോയത്, ഗോവയിലേക്കും മറ്റുമൊക്കെ പോയി. പക്ഷേ ഇവിടെ പാതിരിമാരുണ്ടായിരുന്നു. ഈ പാതിരിമാർ യൂറോപ്യന്മാരായതുകൊണ്ട്, വെളുത്ത തൊലിയുള്ളവരായതുകൊണ്ട് അവർക്ക് രാജകൊട്ടാരത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോളിനസ് പാതിരിയൊക്കെ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തോടൊപ്പം സംസാരിക്കുകയും രാജാവിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമൊക്കെ കണ്ട് അത്ഭുതപ്പെടുകയും കൊട്ടാരത്തിൽ താമസിക്കാൻ ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഈ വെളുത്ത തൊലിയുള്ളതുകൊണ്ട് പാതിരിമാർക്കൊക്കെ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചെന്നിട്ട് ഈ ക്രിസ്ത്യാനികൾ ഇവരനുഭവിക്കുന്ന തീരപ്രദേശത്തൊക്കെ ഉള്ള കത്തോലിക്കരായ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ, അവരെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഞെക്കിപ്പിഴിയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജാവിൻ്റെ അടുക്ക പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കും. ആ പീഡനത്തിന് എന്തെങ്കിലും ഒരു കുറവ് വരുത്താനുള്ള കാര്യം നോക്കും അവർ. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഈ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് തിരുവിതാംകൂറിലേക്ക് പ്രവേശനം ഇല്ലാതിരുന്നത് കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് റിങ്കിൾ ടോപ്പ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് RN യേശുദാസിൻ്റെ ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം തിരുവിതാംകൂറിൽ എന്ന പുസ്തകത്തിൻ്റെ പേജ് 58 ആ കാര്യം എഴുതിയിട്ടുണ്ട്. ആ കത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം.
ക്രിസ്ത്യാനികൾ അടിക്കടി സ്വഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളുടെ കാര്യമാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിസ്ത്യാനികൾ അടിക്കടി സ്വഭവനങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു. അവരെ കന്നുകാലികൾക്കൊപ്പം ഇടുന്നു. ദിവസങ്ങളോളം തുടർച്ചയായി വെയിലത്തിടുന്നു. രാത്രികളിൽ കിടുകിടങ്ങുന്ന മഞ്ഞത്തിടുന്നു. ഇവരുടെ പരാതികൾ ഗവൺമെൻറ്റിൻ്റെ കാതുകളിൽ എത്തിക്കാൻ ഒരു യൂറോപ്യൻ മിഷണറിയും ഇവിടെ ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം. RN യേശുദാസ്, ഒരു ജനതയുടെ ഐതിഹാസിക പോരാട്ടം, തിരുവിതാംകൂറിൽ, പേജ് 58. അപ്പോൾ ഈ കാര്യം ഇതൊക്കെ ആരാണ് ചെയ്തത്? സ്വഭവനങ്ങളിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ചത്, കന്നുകാലികൾക്കൊപ്പം അവരെ ഇട്ടത്, വെയിലത്തിട്ടത്, തുടർച്ചയായി പല ദിവസങ്ങൾ വെയിലത്തിട്ടത്, രാത്രികളിൽ കിടകിണങ്ങുന്ന മഞ്ഞത്തിട്ടത്, ഇതൊക്കെ ആരാണ് ചെയ്തത്? കത്തോലിക്കരൊന്നുമല്ല, മുസ്ലിങ്ങളുമല്ല. നമ്മുടെ ശശികല ടീച്ചർ പറഞ്ഞ വളരെയധികം മതസഹിഷ്ണുതയുള്ള ഹൈന്ദവരാണ് ഇതൊക്കെ ചെയ്തത്. മനസ്സിലായോ? ഹൈന്ദവരാ ചെയ്തത്, വേറെ ആരുമല്ല, അത് മറക്കരുത്.